Review of mechanical concept. First one, stress. Stress is developed in response to mechanical loading. ഒരു മെറ്റീരിയലിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ മെറ്റീരിയൽ ഒരു സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യും. മെയിൻലി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ടു. ഫസ്റ്റ് വൺ നോർമൽ സ്ട്രെസ്, സെക്കൻഡ് വൺ ഷിയർ സ്ട്രെസ്. സോ ആ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. ഒരു റോഡ് എടുത്തിട്ടുണ്ട് ഓഫ് ലെങ്ത് എൽ. ആ റോഡിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ റോഡിൽ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ആ റോഡിൻ്റെ ലെങ്ത്ത് വേരി ചെയ്യും. എൽ ആയിരുന്നത് എൽ പ്ലസ് ഡെൽറ്റ എൽ ആയിട്ട് മാറും. സോ ആ ഒരു ഫോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റീനെയാണ് സ്ട്രെസ് എന്ന് പറയുക. So if that stress acts in a direction perpendicular to the cross section, then it is termed as normal stress. Normally stress എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ദറ്റ് ഈസ് സിഗ്മ ഇസ് ഈക്വൽ ടു എഫ് ബൈ എ ആൻഡ് ദറ്റ് യൂണിറ്റ് ഇസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ. സോ ദ നോർമൽ സ്ട്രെസ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ടെൻസൈൽ സ്ട്രെസ് ആൻഡ് കംപ്രസീവ് സ്ട്രെസ്. സോ ഇഫ് യു ആർ പുള്ളിങ് ദാറ്റ് റോഡ്, നമ്മൾ ആ ഒരു റോഡിനെ വലിക്കുകയാണെങ്കിൽ, പുള്ള് ചെയ്യുകയാണെങ്കിൽ, ദെൻ ദാറ്റ് റോഡ് വിൽ എക്സ്പീരിയൻസ് എ ടെൻസൈൽ സ്ട്രെസ്. ഇഫ് യു ആർ പുഷിങ് ദാറ്റ് റോഡ്, നമ്മൾ ആ റോഡിനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ, പുഷ് ചെയ്യുകയാണെങ്കിൽ ആ റോഡിലൊരു കംപ്രസീവ് സ്ട്രെസ്സാണ് ഡെവലപ്പ് ചെയ്യുക. സോ നേരത്തെ പറഞ്ഞു, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ മെറ്റീരിയലൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ആ മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് ഇലോങ്ങേറ്റ് ചെയ്യും. സോ ദാറ്റ് ഇലോങ്ങേഷൻ, ആ യൂണിറ്റ് ഓഫ് ഇലോങ്ങേഷനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുക. മീൻസ് ഒരു ഒറിജിനൽ മെറ്റീരിയലിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് വേരി ചെയ്യും. ഒരു റോഡിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് വേരി ചെയ്യും. സോ ആ ഒരു വേരിയേഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്തിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുക. ദറ്റ് ഈസ് സ്ട്രെയിൻ S is equal to L minus L naught divided by L naught. L എന്ന് പറയുന്നത് ന്യൂ ലെങ്ത് ആണ്, L naught എന്ന് പറയുന്നത് ആ റോഡിൻ്റെ ഒറിജിനൽ ലെങ്ത് ആണ്, ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. സോ ഇവിടെയും നോർമൽ സ്ട്രെയിൻ ആണ്, ബിക്കോസ് ദറ്റ് സ്ട്രെയിൻ ആക്ട്സ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി ക്രോസ് സെക്ഷൻ. ഇനി ആ ഒരു ഫിഗർ നോക്കുക. ആ ഒരു ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽ ഇലോങ്ങേറ്റ് ചെയ്തതാണ്. സോ ഒരു റോഡ് ഇലോങ്ങേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഇലോങ്ങേറ്റ് ചെയ്യുന്ന സമയത്ത് ലെങ്ത്തിൽ മാത്രമല്ല വേരിയേഷൻ വരാം, അതിൻ്റെ ബ്രെഡ്ത്തും തിക്നെസ്സും എല്ലാം റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. മീൻസ് എക്സ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ എക്സ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ എഫക്റ്റ് വൈ ഡയറക്ഷനിലും ഉണ്ടാവും, ഇസഡ് ഡയറക്ഷനിലും ഉണ്ടാവും. മീൻസ് അതിൻ്റെ ക്രോസ് സെക്ഷനിലും, മീൻസ് അതിൻ്റെ ആ ഒരു ഏരിയയിൽ, ക്രോസ് സെക്ഷണൽ ഏരിയ എടുത്താലും അതിലും ഈ പറയുന്ന വേരിയേഷൻ ഉണ്ടാവും. സോ ആ ഒരു വേരിയേഷനെയാണ് എപ്സലോൺ ബൈ എപ്സലോൺ ഇസഡ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുക. എക്സ് ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വൈ ഡയറക്ഷനിലും വേരിയേഷൻ ഉണ്ടാവും, ഇസഡ് ഡയറക്ഷനിലും വേരിയേഷൻ ഉണ്ടാവും. സോ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് പോയ്സൺസ് റേഷ്യോ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. പോയ്സൺസ് റേഷ്യോ ഇസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ബിറ്റ്വീൻ transverse and longitudinal elongation. So Poisson's ratio V is equal to SY. X ഡയറക്ഷനിലാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ SY ബൈ SX ഓർ SZ ബൈ SX. എസ് എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്. സോ ആ ഒരു സ്ട്രെയിൻ തമ്മിൽ, ലെങ്ത്തിലാണുള്ള വേരിയേഷൻ വരിക. സോ ആ സ്ട്രെയിൻ തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ പോയ്സൺസ് റേഷ്യോ എന്ന് പറയുക. സോ നമ്മളൊരു മെറ്റീരിയലിലേക്ക് സ്ട്രെസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ സ്ട്രെയിനും ഉണ്ടാകും. ദാറ്റ് മീൻസ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. സോ ഒരു സ്മോൾ ഡിഫോർമേഷൻ ആക്കുകയാണെങ്കിൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ടേംസ് ആർ പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ അക്കോർഡിംഗ് ടു ഹൂക്സ് ലോ. ദറ്റ് ഈസ് ഹൂക്സ് ലോ, സിഗ്മ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു എസ്. സിഗ്മ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്, എസ് എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്, ഇ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓർ യങ്സ് മോഡുലസ് ആണ്. നമ്മളൊരു മെറ്റീരിയൽ കൺസിഡർ ചെയ്താൽ ആ മെറ്റീരിയലിന് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും.
ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസോ ഷേപ്പിനോ ഒന്നും അല്ല യങ്സ് മോഡുലസ് ഡിപ്പെൻഡ് ചെയ്യുക. ഓരോ മെറ്റീരിയലിനും യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇത്രയാണ് നോർമൽ സ്ട്രെസ്സിൻ്റെ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് വൺ ഷിയർ സ്ട്രെസ്. സോ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ആ ഫിഗറിൽ നോക്കുക, ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൻ്റെ ഓപ്പോസിറ്റ് ഫേസിലാണ് നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, മീൻസ് മുകളിലും താഴെയുമായിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും, ആ ബോക്സ് ഒന്ന് ബെൻഡ് ചെയ്യും. മീൻസ് അതൊന്ന് അതിൻ്റെ ഷേപ്പ് ഇപ്പോൾ ഒരു പാരലൽ ഷേപ്പായിരുന്നത് ഒന്ന് ചരിഞ്ഞ് ഒരു ഒബ്ലീക്ക് ഷേപ്പിലേക്ക് മാറും. മീൻസ് ആ ഒരു DX എന്ന് പറയുന്ന ആ ഒരു വേരിയേഷൻ അവിടെ വരും. നേരെ ഇരുന്നത് ഒന്ന് ചരിഞ്ഞ് വരും. സോ അതിനെയാണ് ശരിക്കും ഷിയർ സ്ട്രെസ് എന്ന് പറയാം. മീൻസ് ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ലെങ്ത്തിലല്ല വേരിയേഷൻ വരിക, ഷേപ്പിലാണ് വേരിയേഷൻ വരിക. മെയിൻലി ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് പെയേഴ്സായിട്ടാണ് അപ്ലൈ ചെയ്യുക. മീൻസ് ടോപ്പിലും ബോട്ടത്തിലും ഓപ്പോസിറ്റ് ഫേസ്, മീൻസ് ഒരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ ആ ക്യൂബിൻ്റെ ഓപ്പോസിറ്റ് ഫേസിലായിരിക്കും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. സോ അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. പെയർ ഓഫ് ഫോഴ്സ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതും ആ പെയർ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഫേസ്, ഒരു ക്യൂബിൻ്റെ ഓപ്പോസിറ്റ് ഫേസസിലായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക. സോ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ടോ ആണ്. ടോ ഇസ് ഈക്വൽ ടു F/A. യൂണിറ്റ് എന്ന് പറയുന്നത് Nm/m². ഇത് നേരത്തെ പറഞ്ഞതേ കാര്യം, ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ലെങ്ത്തിലോ വേരിയേഷൻ അല്ല വരിക, ലെങ്ത്ത് കൂടുന്നതോ അല്ലെങ്കിൽ ലെങ്ത്ത് കുറയോ അല്ല ചെയ്യുക. ഇവിടെ ഷേപ്പിനാണ് വേരിയേഷൻ വരിക. മീൻസ് റെക്റ്റാങ്കുലർ ആയിരുന്ന ആ ഒരു ബോക്സ് ഒരു ഒബ്ലീക്ക് ഷേപ്പിലേക്ക് മാറി. സോ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും, ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒന്ന് ബെൻഡ് ചെയ്യുകയാണ് ചെയ്യുക, ഒന്ന് ചെരിയാണ് ചെയ്യുക. സോ അതിനെ നമുക്കൊരു റൊട്ടേഷണൽ മൂവ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഷിയർ സ്ട്രെയിൻ ഗാമ ഇസ് ഈക്വൽ ടു Δx/L. Δx വെച്ചിട്ടാണ് അതൊന്ന് ഒരു റൊട്ടേഷൻ, മീൻസ് ഓരോ തവണയും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ Δx വെച്ചിട്ട് അതിൻ്റെ ഷേപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യും. സോ ഷിയർ സ്ട്രെയിൻ ഗാമ ഇസ് ഈക്വൽ ടു Δx/L. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് യൂണിറ്റ്ലെസ് ആണ്. സോ ഇറ്റ് മെയിൻലി റെപ്രസെൻറ്റ് ദി ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നേരത്തെ നമ്മൾ പറഞ്ഞു നോർമൽ സ്ട്രെസ്സും നോർമൽ സ്ട്രെയിനും റിലേറ്റഡ് ആണ്. മീൻസ് ആ ഒരു ഹൂക്സ് ലോ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അവിടെ യൂസ് ചെയ്തത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ്. ഇവിടെയും സെയിം തന്നെയാണ്. ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും റിലേറ്റഡ് ആണ് ബൈ എ പ്രൊപ്പോർഷണൽ കോൺസ്റ്റൻറ്റ് ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി G. സോ G എന്ന് പറയുമ്പോൾ ടോ ബൈ ഗാമ. ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്സാണ്, ഗാമ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെയിനാണ്. യൂണിറ്റ് എന്ന് പറയുന്നത് Nm/m². യങ്സ് മോഡുലസ് പോലെ തന്നെയാണ് G എന്ന് പറയുന്നത് ആ മെറ്റീരിയലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. സോ നമുക്കൊരു മെറ്റീരിയൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോയ്സൺസ് റേഷ്യോ, അതിൻ്റെ യങ്സ് മോഡുലസ്, ഷിയർ മോഡുലസ് എല്ലാം അറിയാമെങ്കിൽ ഇതെല്ലാം തമ്മിലുള്ള റിലേഷനാണ് G is equal to E/2 × 1 + V.